ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് 9 മാസമായി. ഈ 9 മാസത്തിൻ്റെ കണക്ക് പറയുമ്പോൾ മനസ്സിലാവുമല്ലോ എന്തായിരിക്കുന്നത്. ഡെലിവറിയാണ്. ഏട്ടത്തി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ രാത്രി ഇറങ്ങാൻ നിന്നായിരുന്നു. പിന്നെ ഡെലിവറി ഉണ്ടാവില്ല, ഇന്ന് ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ രാവിലെ ഇറങ്ങാന്ന് വെച്ചു. രാവിലെ ആകുമ്പോഴേക്കും എന്താ ഡെലിവറി ആയിന്ന്, ഞങ്ങളെ കുഞ്ഞ് വന്നൂന്ന്. ഉണ്ടാതെ രാത്രി തന്നെ ഇറങ്ങിയതാണെങ്കിൽ ഒരു സമാധാനം ഉണ്ടായിരുന്നു. കാരണം ലേബർ റൂമിൽ കയറുന്ന സമയത്ത് ഞാനിവിടെ ഉണ്ടാവുമായിരുന്നു. പക്ഷെ ഇത് രാവിലെ ഡെലിവറി ആയി, കുഞ്ഞ് വന്നു എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇതിൽ ടെൻഷനിൽ പോകുന്നൊരു ഫീലുണ്ടല്ലോ. എത്തിയിട്ടും എനിക്ക് പാലക്കാട് ഇത്രയ്ക്ക് ദൂരം ഉണ്ടോ എന്ന് ആദ്യമായിട്ടാണ് തോന്നുന്നത്. ഞാൻ എപ്പോഴും പോകുമ്പോഴും പെട്ടെന്ന് എത്തും. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ടൈമാണ് പാലക്കാടും എറണാകുളം ദൂരം ഉണ്ട് എന്നുള്ളത് മനസ്സിലാവുന്നത്. ഞങ്ങളുടെ ഈ കൊച്ചു ഫാമിലിയിൽ ഞാനും എൻ്റെ ഏട്ടനും തമ്മിലൊരു കോംബോ അത് ശരിക്കും ഡിഫറെൻറ്റാണ്. എന്ന് വെച്ചാൽ ഞങ്ങൾ നല്ല ഏജ് ഗ്യാപ്പ് ഉണ്ട്. ചെറുപ്പത്തിൽ നേരിക്കണ്ട കീരിമ്പാമ്പോ ആണെങ്കിലും ഏട്ടൻ ഗൾഫിലൊക്കെ പോകുന്ന സമയത്ത് ഞാൻ ഒത്തിരി മിസ് ചെയ്ത് ഞാൻ ഡെയിലി എപ്പോഴാണ് വരിക ഇന്ന് പോയി നാളെ തുടങ്ങി ഞാൻ എപ്പോഴാണ് വരിക എന്ന് ചോദിക്കും. അങ്ങനെയുള്ള കോംബോ. അപ്പോൾ അമ്മ ഉണ്ടെങ്കിൽ പോലും ഞാൻ ഏട്ടനും കൂടെ എവിടെ പോവുകയാണെങ്കിലും ചുമ്മാ റൗണ്ടടിക്കുകയാണെങ്കിൽ ഞാൻ ഏട്ടൻ്റെ കൂടെ അങ്ങനെ എന്താ പറയുക, അങ്ങനെ എപ്പോഴും ഡോറയുടെ കൂടെ ബുജ്ജി ഉണ്ടാവുന്ന പോലെ ഞാൻ നടക്കുന്ന ആളാണ്. അങ്ങനെയുള്ള ഒരു ലൈഫിലേക്കാണ് പിന്നെ ഏട്ടത്തി വരുന്നത്. ഏട്ടത്തി വന്നപ്പോൾ പിന്നെ ഞാനും ഏട്ടനും ഏട്ടത്തിയെന്നായി. ഇപ്പോഴത്തെ ആ ഒരു സർക്കിളിലേക്ക് ഒരാളും കൂടെ വരിക എന്ന് പറയുന്നുണ്ടല്ലോ. എനിക്ക് എപ്പോഴും ഞാൻ പാട്ടൊക്കെ വെച്ചിട്ടാണ് പോവാം. ഇപ്രാവശ്യം അതിനൊന്നും ഒരു കൂടുതൽ എനിക്ക് എത്രയും പെട്ടെന്ന് എനിക്ക് ആ ഹോസ്പിറ്റലൊന്ന് എത്തി എനിക്ക് ആളൊന്ന് കണ്ടാൽ മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അത്രയും എന്ന് വെച്ചാൽ എല്ലാവരും കണ്ടു കഴിഞ്ഞു. ഞാൻ ഫസ്റ്റ് ഫ്രണ്ടിൽ ഉണ്ടാവണം എന്നായിരുന്നു ഒരു പ്ലാൻ. എല്ലാവരും കണ്ടപ്പോൾ ഞാൻ കാണാതെ എനിക്ക് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. പിന്നെ നേരെ ഹോസ്പിറ്റലിൽ, ഗവൺമെൻറ് ഹോസ്പിറ്റലിലായിരുന്നേ. അവിടെ ഇങ്ങനെ ലേബർ റൂമിൻ്റെ സൈഡിൽ നമുക്ക് ആരെയും അകത്ത് കയറ്റില്ല. നമുക്ക് കുഞ്ഞിനെ കാണുന്നുണ്ടെങ്കിൽ പുറത്ത് കൊണ്ടുവന്നിട്ടേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. മിക്കവാറും ചില സ്ഥലത്തൊക്കെ അങ്ങനെയാണെന്ന് തോന്നുന്നതാണ്. പ്രൈവറ്റിലും അങ്ങനെ കുറച്ച് ഇന്ന് പ്രസവിച്ചിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ കാണിച്ചു തരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഞാൻ ഇങ്ങനെ വാതിക്കൽ വന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് കുഞ്ഞിൻ്റെ കാല് കാണുന്നുണ്ട്. ആളുടെ മുഖം എങ്ങനെ ഉണ്ടാവും, ആരെപ്പോലെ ഉണ്ടാവും, ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും. എൻ്റെ ലൈഫിൽ ഞാൻ ഇത്രയ്ക്കും സർപ്രൈസ് ആയിട്ടുള്ളൊരു മൊമെൻറ്റ് ഉണ്ടാവില്ല തോന്നി. അത്രയും ഹാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ ഹാപ്പിനെസ് ഞാൻ ചെയ്യണ്ടേ ആ ഒരു ഫീലിലായിരുന്നു. ഇവർ ഭാര്യയും ഭർത്താവ് പോലും ഇത്രയ്ക്ക് ടെൻഷൻ അടിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് ഡൗട്ടാണ്. ഞാൻ അത്രയും പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ മുതൽ ഞാൻ ഈ ആ ഒരു ഫേസ് കാണാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു വെയിറ്റിംഗ് ആയിരുന്നു. ഞാൻ ആദ്യം മുതലേ ഈ ഒരു 7 മാസം മുതലേ ഞാൻ സംസാരിക്കുന്നുണ്ട് എൻ്റെ വോയിസ് മാത്രം പെട്ടെന്ന് തിരിച്ചറിഞ്ഞാൽ മതിയെന്ന്. പക്ഷെ എൻ്റെ ആ കുഞ്ഞിനെ കണ്ടപ്പോൾ ഉള്ളൊരു ഫീലുണ്ടല്ലോ, അതിങ്ങനെ പറഞ്ഞെനിക്ക് എനിക്ക് എന്താ ചെയ്യണ്ടേ, എനിക്ക് കൈ വിറയ്ക്കുന്നുണ്ട്, എനിക്ക് കുഞ്ഞിനെ എടുക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്കും ഇത്ര ഹാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ അത്രയും ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്തിട്ടില്ല തോന്നുന്നു. അതുകൊണ്ട് എനിക്ക് ഇത്ര വലുതായിട്ട് തോന്നുന്നു. കുഞ്ഞിൻ്റെ ഫോട്ടോ എടുക്കാൻ പാടില്ല, വീഡിയോ എടുക്കാൻ പാടില്ല, അതൊക്കെ ഓക്കെയാണ്. പക്ഷേ ആരും കണ്ടില്ലല്ലോ ഞാൻ വീഡിയോ എടുത്ത് ഫോട്ടോ എടുത്തൊന്നും. നിങ്ങൾ കണ്ടോ പോയി വീഡിയോയിൽ കുഞ്ഞിൻ്റെ മുഖം ഞാൻ കാണിച്ചില്ലല്ലോ. എൻ്റെ മൈൻഡിൽ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. ആ കുഞ്ഞിന് വലുതാവുന്ന സമയത്ത് ജനിച്ച സമയത്ത് അവൻ ഇങ്ങനെ ഉണ്ടായിരുന്നെന്ന് കാണിച്ചു കൊടുക്കാൻ എനിക്ക് ഫോട്ടോ വേണം. അത് നിർബന്ധം. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു പലരും പലതും പറയും. കുഞ്ഞിന് മഞ്ഞപ്പിത്തം വരും, കുഞ്ഞിന് ലൂസ് മോഷൻ ആവും, പിന്നെ എന്താ പറയുക കുഞ്ഞ് മെലിഞ്ഞു പോവും. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാത്രമേ ഈ പ്രശ്നമൊന്നും വരുള്ളൂ. സെലിബ്രിറ്റീസിന്റെ കുഞ്ഞിനൊന്നും ഈ ഒരു അസുഖമൊന്നും ബാധിക്കില്ല കേട്ടോ. അന്ധവിശ്വാസങ്ങൾക്ക് പുറകെ പോയിട്ട് നല്ല നല്ല മൊമെന്റ്സൊക്കെ മിസ് ചെയ്യാതിരിക്കുക. നിങ്ങൾ സേവ് ചെയ്യുന്ന ഓരോ ഫോട്ടോസും വീഡിയോസും ഭാവിയിൽ കുഞ്ഞിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ആയിരിക്കും.